എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മള് കുറച്ച് എന്താണ് ഞായറാഴ്ചത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഫ്രീ ആണെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഫ്രീ ഒന്നല്ല, ഞങ്ങളിപ്പോ പോയിട്ട് വന്നതാ. ഏട്ടൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയി വന്നാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് പുറത്തു പോകാൻ പറ്റൂല. അപ്പൊ ഇന്ന് നമ്മൾ ബിസി ആയതുകൊണ്ട് പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് പോയാലോ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്. ആയോ? ഫോളോ മീ. അടുക്കള നമ്മളിതാ പച്ചക്കറിയൊക്കെ വാങ്ങിട്ട് വന്നാണ്. ഇതൊരു 2 ആഴ്ച നിൽക്കേക്കില്ലേ? ഒരുമിച്ചാണ് പച്ചക്കറി വാങ്ങാം, ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ മുട്ട വാങ്ങലുള്ളത്, ഇങ്ങനെ ട്രേല് എല്ലാം ഒരുമിച്ചാണ്. 2 ആഴ്ചത്തേക്കോ ഒരാഴ്ചത്തേക്കോ അങ്ങനെയൊക്കെ രീതിയിലാണ് വാങ്ങുക. പിന്നെ നമുക്ക് എന്താണ്, ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. ചോറാണ്, ചോറ് വെക്കൽ ഇവിടുന്നാണ് പഠിച്ചത്. അത് ശരിയാ, എനിക്ക് ചോറ് കുട്ടിയാണെന്ന് അറിയില്ലായിരുന്നു. ഇതെന്താണ്, ചെറുപയറ്. ഇന്ന് നമ്മളുടെ സ്കൂൾ ജീവിതത്തിലേക്ക് പോകുന്നത് ചെറുപയറിന്റെ കറിയാണ്. പിന്നെ ചോറും സ്പെഷ്യൽ ചിക്കൻ. ഇതിന്റെ ഒന്നും പണിയൊന്നും കഴിഞ്ഞില്ല, വരട്ടി വെച്ച് മസാല ഇരിക്കട്ടെ. ഇങ്ങോട്ട് ചായ വേണോ? ചായ ആയിക്കോട്ടെ. ചായ മുട്ടപ്പത്തലും. അമ്മേ നമുക്ക് മുട്ട എടുക്കാം. അയ്യോ, കോഴി 2 മുട്ട വന്നിരിക്കുന്നു. ഇത് തിളച്ച വെള്ളം വരുന്നു കേട്ടാ. ഇവിടെ മരണ വെയില്. ഇപ്പൊ ഇവിടെ 43 ഡിഗ്രി സെൽഷ്യസ് ചൂട്. ഇപ്പൊ നല്ല ചൂടാന്നാ പറയുന്നത്. ഇപ്പൊ പിന്നെ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല. കട്ടൻ വേണോ പച്ചായ വേണോ? കട്ടൻ മതി. പാൽപ്പൊടിന്റെ ചായ വേണ്ട. അപ്പൊ നമുക്ക് കട്ടൻ ചായ മുട്ടപ്പത്തിലും തിന്നാം. ഇത് 11 മണിന്റെ കേട്ടോ. രാവിലെ ദോശയൊക്കെ തിന്നിട്ടാണ് ഏട്ടാ ഡ്യൂട്ടിക്ക് പോയത്. 12 മണിയായോ? അപ്പൊ ഇത് 12 മണിന്റെ ചായ. സാധാരണ അങ്ങനെ കുടിക്കലൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് സവാള ഗിരി ആക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു ഓംലെറ്റ് കഴിക്കുന്നതാണ്. മുട്ടപ്പത്തലായിരിക്കുന്നത്. മുട്ടപ്പത്തല് നമ്മുടെ നാട്ടില് മുട്ട പൊരിച്ചത്, ഇവരുടെ നാട്ടില് മുട്ടപ്പത്തല്. എന്താലേ ഓരോരോ നാട് എന്താക്കാനാ ഓരോ ഭാഷ. മുട്ടപ്പത്തലിന് പിന്നെ മുട്ടപ്പത്തലിനല്ലാണ്ട് ഇതെങ്ങനെയാ പത്തിരിക്ക് നിങ്ങളെന്താ പറയാ? ചെറിയൊരു പച്ചമുളക്. എന്റെ കൈയൊക്കെ മുറിഞ്ഞതാ. ടാങ്ക് മേലെ ആണ്ടില്ലേ, നല്ല വെയില. എന്റെ കൈയൊക്കെ മുറിഞ്ഞ്, ഈ കൈ മുറിഞ്ഞു, കൈ പൊള്ളി. ഇവിടെ അടുക്കളക്കാരൻ തന്നെ ഇങ്ങനെ ഇഞ്ചുറി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ്. ഉപ്പ് എന്റെ ഉപ്പ് പാത്രം കണ്ടു. ഇതൊക്കെ നാട്ടിൽ നടത്തുന്നുണ്ടോന്നല്ലേ? ഇത് മിഠായി തരുമെന്ന് വാങ്ങിയതാ 10 രൂപയ്ക്ക്. ഞാൻ ഇതിൽ കുറച്ച് പാലും കൂടി വെച്ചാല് നല്ലതായിരുന്നു. പാലില്ല, പക്ഷെ പാലൊന്നും കിട്ടിയില്ല. മുട്ടയില് പാല് വെച്ചാല് ഫ്ലഫി ആവും. അറിയില്ല, അറിയില്ല. അതൊന്നും നോർമൽ മുട്ട ഉണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടാക്കിയാണ്. ഞങ്ങൾ ഉണ്ടാക്കിക്കോ. ഇനി ഞാൻ കണ്ടോ അത്രയും ഞാനാക്കിയിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ പൊരിക്കാന്ന് പറഞ്ഞ് പോയത് കണ്ട. എന്നിട്ട് പറയും നാട്ടുകാർ ഓമ്പണി എടുക്കുന്നത്. നിങ്ങളെ വിളവത്തരൊന്നും ഇവിടെ നടക്കൂല. ഓയിലൊഴിക്കുന്നു. ഓയിലല്ല, വെളിച്ചെണ്ണ കൊറേ ആക്കി. അത്രയും വേണ്ട, നെയ്യിലൊഴിച്ചോ.
കുറേ ഒഴിച്ചിട്ട് അത്ര വേണ്ടാന്ന്. ആ കുറേ ഒഴിച്ചിക്കില്ലേ. അതാ അതെന്താ ചെക്ക് ചെയ്തതാ? കുട്ടി പണിയൊന്നും എടുക്കാറില്ലേ? തള്ളി മറിക്കുന്നപ്പോ ഒന്ന് പുട്ടൊന്നും അല്ലല്ലോ വന്നേ, ദോശയല്ലേ വന്നേ രാവിലെ? നല്ല തള്ളലാണല്ലോ. ഇതാ ചേട്ടന്റെ ഓംപ്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ കൊണ്ടുപോവാലോ. ഷെഫ് ഇനിയിപ്പോ ഒരു മറക്കലുണ്ടാവും. അത് ആ ഷോ കാണാനാണ് പഠിച്ചവനേ വയ്യാത്തത്. എന്തിനാ അത് കുരുമുളക് വേണേനാ? ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ചിക്കൻ ഫ്രൈ കഴിക്കണം. നൂഡിൽസ് വേണോ? ഷോ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയ ഷോ. മൈ ഗോഡ്, ആരായി പോയി? എന്തൊക്കെ ഞാൻ കാണണം. അങ്ങനെ നമ്മളിത് പ്ലേറ്റിലേക്ക് പകർത്താൻ പോവുകയാണ്. ചിപ്സ് എടുക്കട്ടെ. മദേഴ്സ് ഡേനെ കുറിച്ച് ഇപ്പൊ എന്താ പറയാനുള്ളത്? മദേഴ്സ് ഡേ മാത്രല്ല, ഞങ്ങളെ നേഴ്സുമാരുടെ ദിനം കൂടിയാണെന്ന്. അത് മറന്നോ? ഒരു നേഴ്സിന്റെ ഹസ്സായിട്ട് അത് മറന്നോ? മദേഴ്സ് ഡേ ആയിട്ട് ഇപ്പൊ ഞങ്ങൾ അമ്മമാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ അമ്മമാർക്കും ഞങ്ങളെ വക പറ മദേഴ്സ് ഡേ ആശംസകൾ. പിന്നെ നമ്മുടെ എല്ലാ നഴ്സുമാർക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും നഴ്സസ് ദിന ആശംസകൾ. പറ വിഷയ്, നഴ്സസിന് വിഷയ്. എല്ലാ മാലാഖ കുട്ടികൾക്കും നഴ്സസ് ഡേ ആശംസകൾ. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ. ചിപ്സ് വേണോ? അങ്ങനെ അതാ നമ്മൾ ഇവിടെയായിരുന്നു നമ്മളെ മേശ ഉണ്ടായിരുന്നത്. അത് നമ്മൾ അപ്പുറത്തെ റൂമിലേക്ക് ഇട്ടു. അതുകൊണ്ട് എന്താ കൂളർ വെച്ചോണ്ട് ഇവിടെ കൂളർ വെച്ച്. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെയാണ് ഇപ്പൊ ഇരിക്കലും കിടക്കലും ഒക്കെ. അപ്പൊ അവിടെ റൂമൊന്നും വേണ്ട. അതുകൊണ്ട് ഇപ്പൊ മേശ ഉണ്ടായാലും എന്താ ഇപ്പൊ നിലത്തിരിക്കണം എന്നായി. എന്റെ കുട്ടികളൊക്കെ ഉണ്ടോ? കാണിച്ചത് നല്ല രസാട്ടോ ഇത്. അതാണ് ഭയങ്കര സൗണ്ടാ കൂളറിന്. അങ്ങനെതാ കൂളർ. നമ്മള് ഒന്ന് ചായ കുടിക്കട്ടെ. അപ്പോ ഇത് നമ്മളെ ചേച്ചി തന്നതാട്ടോ, നമ്മളെ താഴത്തുള്ള ശ്രീമി ചേച്ചി തന്ന ചിപ്സ്. കുങ്കുന്റെ അമ്മ. ഒരുന്ന് നാട്ടിൽ പോവാണേ, ഒരു കണ്ണൂരാ. ഒരുന്ന് നാട്ടിൽ പോവാ. അത് കാണിക്കല്ലേ, ഒരു പോകുന്ന ചെറിയൊരു ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. നമ്മളെ തട്ടുകട തട്ടുകട എനിക്ക് ഭയങ്കര ഇഷ്ടം മുട്ടപ്പത്തല്. പിന്നെന്താണ് ഗ്രീൻ പീസിന്റെ നമ്മുടെ നാട്ടിൽ കിട്ടും. തട്ടുകട ഗ്രീൻ പീസും മുട്ടയും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള കാടമുട്ട ഇങ്ങനെ കുത്തി തിന്നുന്ന. ഇവിടെ കാടമുട്ട കിട്ടായില്ലേ? മറ്റേ ഈ സമയമൊക്കെ പുറത്തു പോവല്ലേ ഞായറാഴ്ച. ഇന്ന് ഞാൻ പാർക്കിലൊക്കെ പോണെന്ന് വിചാരിച്ചു. അതാണ് പ്രശ്നം. ഇവിടെ എല്ലാവരും പോയി. ഇവിടെ ഈ സമയത്തല്ലേ സ്കൂള് കൂട്ടുന്നത്. മെയിലാണ് ഇവിടെ സ്കൂള് കൂട്ടുന്നത്. അതായത് നാളെ മറ്റന്നാളെങ്ങാൻ കൂട്ടും. അതുകൊണ്ട് എല്ലാരും പോവുക. എല്ലാരും നാട്ടിൽ പോവുക.
നമ്മളെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ നമ്മളെ യൂണിറ്റിൽ ഇവിടെ. ഞങ്ങൾക്ക് കുറച്ച് അവരൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മള് പോകാനുണ്ട്. ഓരൊക്കെ എന്നിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ വരും. അപ്പൊ പിന്നെ ഓഗസ്റ്റ് ആകുമ്പോഴേക്ക് നമ്മൾ പോവാനോ. അതുകൊണ്ടൊരു ചടപ്പ്, കുട്ടികളൊക്കെ പോലെ. നമുക്ക് താഴത്ത് കുമ്പൂസ് ആരുണ്ട്. ഓരോ മാസം കൊണ്ട് വരില്ലേ? അവര് ജൂണില് വരും. സാധാരണ നമ്മൾ ഈ സമയം ഇങ്ങനെ തിന്നലില്ലേ? എന്നിട്ട് അല്ലാത്ത ദിവസമായിട്ടുണ്ടാവില്ല. ഞായറാഴ്ച പിന്നെ ഈ വന്നാൽ അപ്പൊ തന്നെ ഞങ്ങൾക്ക് പുറത്തു പോകും. രുചി ഉണ്ടോ നോക്കട്ടെ. ഒരിക്കൽ മാത്രല്ലേ ചെയ്തുള്ളൂ. അങ്ങനെ സമയം ഇപ്പൊ 1 മണിയായിട്ടുണ്ട്. ഒരുത്തിന്റെ കോലം കണ്ടില്ലേ? ബൂട്ടീഷ് ഫുള്ള് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ എടുക്കാനല്ലേ ഞങ്ങള് റീൽസ് എടുക്കാൻ വേണ്ടിട്ട് കോലം കാണോ. ഇനിയിപ്പോ നമുക്ക് പണിയില്ലേ? ഇനിയിപ്പോ സമയം 1:15 ഇപ്പൊ ലാസ്റ്റ് ആ ചിക്കൻ കൂടെ പൊരിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഓയിലാണ് ചിക്കൻ വറക്കണം. മറ്റേ ചെറുപയർ കറി ഒന്ന് താളിച്ചിടണം. ഇവിടെ ജോലി കഴിഞ്ഞു. ഗ്യാസ് ഒക്കെ ഉണ്ടോ നോക്കണേ. ഗ്യാസ് കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ഗ്യാസ് ഒക്കെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് എടുക്കണോ? പറ്റില്ല. മാത്രമേ നമ്മൾ മറ്റിച്ചെടുത്ത, അതുകൊണ്ട് പൈസക്ക് മറ്റാണെങ്കിൽ ഇവിടെ കൊണ്ടുവരുമല്ലോ. നമുക്ക് മാറ്റാലോ. 2 സിലിണ്ടർ ആണത്. മാറ്റിക്കൂടെ? നമ്മളെ അങ്ങാടി മുളക് തീർന്നു പോയി. നമുക്ക് അങ്ങാടി മുളക് ഇതെന്താ അറിയോ? നൂഡിൽസ് പാത്രങ്ങൾ. ഇത് നല്ലൊരു ഉപകാരമായി തോന്നിയിട്ട് എനിക്ക്. കാരണം എന്താ, 100,000 പാത്രം വേണ്ട. അതുകൊണ്ട് കറിവേപ്പിലല്ലേ, അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇല്ലേട്ടാ, കറിവേപ്പില കിട്ടാനേ ഇല്ല. കിരിപിരി കിരിപിരി. പപ്പടം വേണോ? സാലഡ് വേണോ? എടാ ആ ശരിയാ, ഇന്നാട്ടോ പറഞ്ഞേ. ഞാൻ കണ്ടില്ല എങ്ങനെ ഉണ്ട്. നമുക്ക് ബിരിയാണി നാളെ ഞാൻ ഉണ്ടാക്കാൻ പറയാം. ഇത് നമുക്ക് എന്തിനുള്ളതാണ്? ചെറുപയറിനുള്ളത്. തൈര് വേണോ? സാലഡ് അല്ലെങ്കിൽ ഉള്ളി മുറിച്ചിട്ടാ മതിയോ? ഉള്ളി മതി. ചിക്കൻ്റെ മുകളിൽ ഭയങ്കര സൗണ്ടായിരിക്കും. വെള്ളത്തിലിട്ടല്ലേ ഇതിന്റെ സൗണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ കടുക് പാത്രം. ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു അല്ലേ? കുറച്ച് ഉള്ളി ഇടട്ടെ. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ എന്ത് ചെയ്യണം? ഭയങ്കര ചൂടില്ല അടുക്കളയില്. നമുക്ക് മോളിലും കൂടി ആയതുകൊണ്ട് ഭയങ്കര ചൂടാ. ഏറ്റവും മേലത്തെ തട്ടില, അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ആർക്കൊക്കെ നമ്മുടെ നാട്ടിലെ സ്കൂളിലെ ചെറുപയറ് കറി ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യൂ കേട്ടോ. അതും ചോറും പിന്നെ അതിൽ കുറച്ച് ചമ്മന്തിയും കൂടി കൂട്ടിയിട്ട് കഴിക്കണം.
സൗണ്ട് ഇല്ലേ? ഉണ്ടാക്കണോ? ചൂട് തിളച്ച വെള്ളം ക്ലീൻ ചെയ്യാനേ. പുതിയ പച്ചക്കറി നിറയ്ക്കാണ്. ആരാന്റെ സാര ഇതൊക്കെയാണ് റെന്റിനെടുത്തതാണ് കേട്ടോ. റെന്റിനെടുത്ത് ആരാന്റെ സാര സൂക്ഷിച്ച് കണ്ടൊക്കെ പെരുമാറുന്നത്. ഇവിടെ കാര്യമായിട്ട് വേണം. ഇപ്പം ഈ ചൂടല്ലേ, എല്ലാ പച്ചക്കറിയും ചീത്തയച്ചു. അവനക്ക് ഒരു ഫ്രിഡ്ജും ഇതാ ഇത് ആറോയും കൂടെ ഞങ്ങൾ റെന്റിനെടുത്തു. വലിയ പൈസ ഒന്നുമില്ല റെന്റിന്, മാസം മാസം കൊടുക്കണം. അതെങ്ങനെയാ എടുക്കുന്നേ? പൈസ പിടിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണോ? ഇല്ല, അവരിവിടെ വന്നിട്ട് വാങ്ങിട്ട് പോകും. ഇത് വന്നില്ല. ഉപ്പിലിട്ട മാങ്ങ സൂപ്പർ. ഒരു ഭാഗമായി തോന്നുന്നു. അപ്പൊ മറിച്ചിടാം. നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്കില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. നമ്മൾ 1 മാസം വരെ ഉപയോഗിച്ചില്ലേ. മരമുള്ളതുകൊണ്ട് നമ്മൾ കുറെ കൊണ്ടുപോകുന്നു. നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. എനിക്ക് ഇങ്ങനെയൊക്കെ അരിയാൻ പേടിയാണ്. പിന്നെ എന്താക്കാനപ്പാ? ഇപ്പൊ കറിവേപ്പിലിട്ട എന്ത് രുചി ഉണ്ടാവേനും. സാരല്ല, നാട്ടിൽ പോയിട്ട് കുറെ കറിവേപ്പില തിന്നാം. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉള്ളത്? ഇത് കണ്ടോ, ഇവിടെ കേട് വാങ്ങുന്ന പാത്രമാണ്. കേട് തൈര് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചു. നമ്മളിതാ ചോറിനാണ്. ചോറിന് കാണിച്ചില്ലേ, ചെറുപയറും ചിക്കനും ഉണ്ട്. പിന്നെ ഇത് വേറെ പാത്രയും കാട്ടിട്ട് വെറുതെ ആ പാത്രം കൂടി കഴുകണ്ടേ, അതുകൊണ്ടാണ് ഇതിൽ തന്നെ അങ്ങനെ തന്നെ വിളക്കി വെച്ചേക്കാം. ഇത് നമുക്ക് വൈകുന്നേരം കാണാം. അങ്ങനെ ഇതാ ഏട്ടന് വൈകുന്നേരം 4:30 പോകണം. അപ്പം ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. എനിക്കിപ്പോൾ ചായ കുടിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കുന്നില്ല. എനിക്കുള്ളത് ഏട്ടൻ ഉണ്ടാക്കുകയാണ്. ചായയൊക്കെ തിളച്ചു. നമുക്ക് ഏട്ടൻ ഉറങ്ങാം. ഇനി ഏട്ടനെ വിളിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമുക്ക് മഴ കിട്ടി. അതാ മഴ പെയ്യുന്ന. മഴ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ചായ കുടിക്കാനൊരു മോഹം. അങ്ങനെ ഞാൻ ചായ എടുത്തിട്ട് ഇവിടെ മഴ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഏട്ടൻ പോകുമ്പോൾ മഴയൊന്നുമില്ലായിരുന്നു. ഇനി വരുമ്പോൾ എങ്ങനെയാവണോ എന്തോ. അടിപൊളി. നമുക്ക് ഏട്ടൻ വന്നിട്ട് കാണാം കേട്ടോ. നല്ല മഴയാട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ മഴയത്തൊറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഒറ്റയ്ക്ക് മഴ ആസ്വദിക്കുന്നതും ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. എന്നതുകൊണ്ട് പാർക്കിലേക്ക് ഇറങ്ങാൻ പറ്റൂല, നടക്കാൻ പോകാൻ പറ്റൂല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. നല്ല രസമായി. ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? അയ്യോ, അങ്ങനെ ചൂടിന് ശമനമായിട്ട് നമുക്കൊരു മഴ കിട്ടി. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര വാല്യുബിൾ അല്ലേ. കുറേ ഇങ്ങനെ ചൂട് സഹിച്ചിട്ട് ആ സമയത്തൊരു മഴ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിൾ അല്ലേ. അപ്പോൾ നമുക്ക് 2-3 ദിവസമൊക്കെ ആയിട്ട് നല്ല ചൂടായിരുന്നു. പിന്നെ വൈകുന്നേരം ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ പൊടിയൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം ഇന്നായിട്ട് ഉച്ചയ്ക്കേ പറയുന്നുണ്ട് ഇന്ന് മഴ പെയ്യണ്ടാവും അങ്ങനെ നമുക്ക് മഴ പെയ്തു. ഇനിയിപ്പം ഏട്ടൻ വരുന്ന സമയത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. കോട്ടൊക്കെ എടുക്കാതെയാണ് പോയത്. അപ്പം മഴ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ. മഴ പെയ്തപ്പോഴേക്ക് കണ്ടില്ലേ, ഫുൾ ഇത് മുകളിലത്തെ ബാൽക്കണിയാണേ. ഫുൾ കാറ്റടിച്ചിട്ട് ഇപ്പോൾ ഫുള്ള് പൊടിയായതാണ്. ഇനിയിപ്പോൾ അതൊക്കെ മഴ ചോർന്നിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. ഞാൻ ഇങ്ങനെ ഈ ഡോറും തുറന്നിട്ട് ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അങ്ങനെതാ നൈറ്റത്തെ പുട്ടാണ്. ഒരു കുട്ടി പുട്ടായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വേസ്റ്റ് കളയാണ്ട്. അപ്പോൾ ഇപ്പം തന്നെ പോയി കളയാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേസ്റ്റ് കളയാൻ പോവാണ്. ഇവിടെ മഴയൊക്കെ കഴിഞ്ഞു. നോട്ടം കണ്ടാ അറിയാം കളലക്ഷണം. എന്താക്കാൻ പോവാ? വേസ്റ്റ് കൊണ്ടിട്ടിട്ട് വരാം.
എന്നിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ, മഴയൊക്കെ പെയ്തുകൊണ്ട്. മറ്റു ചൂടല്ലേ ഇനോ, ഗ്രില്ല് മാത്രമേ കാണുന്നുള്ളൂ. എന്നാ പോവാം. അപ്പം നമ്മൾ നടക്കുന്നത് കാണുമോ അറിയില്ല, ഇരുടല്ലേ, നോക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് വരാം. ഓക്കെ, ഞങ്ങളങ്ങനെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. നടന്നു, പാർക്കിൽ പോയി ഇരുന്നു. ഇനി വീട്ടിൽ പോവാം. വാ, ഫോളോ മീ. എന്തായാലും നിന്റെ കൂടെ 2 ആള്, ഞാനും. അത് ഞാനും എൻ്റെ ഞാനും. പോയി. ഇതാണ് കുങ്കുവിൻ്റെ വീട്. പോയി, നമ്മൾ വേസ്റ്റ് കളയാൻ പോയതായിരുന്നു. അപ്പൊ ഇത് പോകാം, നമുക്ക് പോകാം. എന്റെ ഗിഫ്റ്റ് കിട്ടിയ ചെടിയുണ്ടോ? എനിക്ക് വെൽഫെയറിന് ഗിഫ്റ്റ് കിട്ടിയതാ ഇത്. എനിക്ക് കിട്ടിയ സമ്മാനം, ഇവിടെ ഫസ്റ്റ് കിട്ടിയ സമ്മാനം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. നമ്മള് മേലൊക്കെ കഴുകി കിടന്നുറങ്ങാൻ പോവാണ്. ഇനി നോർമലിന്റെ പണി തന്നെ. അപ്പോൾ അതുവരേക്കും ബൈ.